പൊട്ടിപ്പൊളിഞ്ഞ റോഡും താറുമാറായ പാലങ്ങളും ഒക്കെ വഴിമാറി. 25% സംസ്ഥാനം മുടക്കുന്ന ദേശീയപാതയ്ക്ക് പുറമെ തീരദേശത്തെയും മലയോരത്തെയും യാത്ര സുഗമമാക്കി തീരദേശ മലയോര ഹൈവേകൾ. പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് മുറികളും കുട്ടികൾക്ക് ശങ്ക തീർക്കാൻ മൂക്കുപൊത്തൽ മൂത്രപ്പുരകളിൽ നിന്ന് നല്ല വെടിക്കെട്ട് ഹൈടെക് സ്കൂളുകളും, അതും നല്ല പ്രോട്ടീൻ ഭക്ഷണത്തിൻ്റെ അകമ്പടിയോടെ. പുഴുവരിച്ച എലിചത്ത അരിച്ചാക്കിൽ നിന്ന് വെടിപ്പും വൃത്തിയുമുള്ള റേഷൻ കടകളും സപ്ലൈകോയും പൊതുവിതരണ ശൃംഖലകളും. മൃതദേഹങ്ങൾക്കൊപ്പം രോഗികൾക്ക് കിടക്കേണ്ടി വന്ന സ്ട്രെച്ചർ പോലുമില്ലാത്ത ആശുപത്രികളിൽ നിന്ന് ലോകം അംഗീകരിച്ച മാതൃകാ ആശുപത്രികളിലേക്ക്. 2000 രൂപ പെൻഷൻ, വീട്ടമ്മമാർക്ക് പ്രത്യേക വരുമാനം ഉറപ്പാക്കൽ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത വൈദ്യുതിയുടെ കാലം, പോലീസുകാർക്കുള്ള ഫണ്ട് തട്ടിപ്പും അനധികൃത സ്വത്ത് സമ്പാദനവും കമഴ്ന്നു വീണാൽ കാൽപ്പണമെന്ന അഴിമതിയുടെ കാലത്തു നിന്നും അഴിമതിയില്ലാതെ ലക്ഷം കോടികളുടെ പദ്ധതികൾ സമകാലികത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇതാ വയനാട് ദുരന്തത്തിൽ ജീവിതം നിലച്ചുപോയ മനുഷ്യർക്ക് 410 വീടുകൾ, അതും സ്റ്റാർ ഫെസിലിറ്റിയിൽ ഉയരുന്നു. 178 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ അവരുടെ വീടുകൾ ഇതാ കൈമാറുന്നു. പിരിച്ച പണമോ വീടോ ഗുണഭോക്താക്കളെയോ പറയാതെ വാചക കസറത്തുമായി ചിലർ ഓടി നടക്കുന്നു. ഇപ്പോഴും കാണുക കേരളമേ ഈ വ്യത്യാസം. വീട് വേണ്ടെന്ന് പറഞ്ഞ് മറ്റു പലരെയും വിശ്വസിച്ച് പോയവർക്ക് കെണി മനസ്സിലായി. ഇതാ സർക്കാരിൻ്റെ മടിത്തട്ടിലേക്ക് അവർ തിരിച്ചെത്തുന്നു. ഇതല്ലേ യഥാർത്ഥ വെളിച്ചമുള്ള വിസ്മയം.